ഹലോ വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻറിച്ചിങ് ഇംഗ്ലീഷ് മൊഡ്യൂൾ 3 യൂണിറ്റ് 1 റൈറ്റിംഗ് ഫോർ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. ഈ മൊഡ്യൂളിൽ മുഴുവൻ നമ്മൾ ചർച്ച ചെയ്യുന്ന റൈറ്റിംഗ് സ്കില്ലിനെ കുറിച്ചാണ്. നമ്മുടെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എബിലിറ്റി ആയിട്ടാണ്, ഒരു സ്കില്ലായിട്ടാണ് റൈറ്റിങ്ങിനെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതും ഈ റൈറ്റിംഗ് അതുപോലെ തന്നെ റീഡിംഗ് മൊഡ്യൂളുകളിൽ നിന്നാണ്. റൈറ്റിംഗ് മൊഡ്യൂൾ വളരെയധികം പ്രത്യേകതയുള്ളൊരു മൊഡ്യൂളാണ്. കാരണം ഇവിടെ നമ്മൾ ഒരുപാട് ടൈപ്സ് ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റൈറ്റിംഗ് ഫോർ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഔപചാരികമായ, ഔദ്യോഗികമായ, അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ എഴുത്തിനെ ഉപയോഗിച്ചുകൊണ്ട്, റൈറ്റിംഗ് സ്കില്ലിനെ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിലൊന്നാമത്തെ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിക്കുകയാണ് ബിസിനസ് ലെറ്റേഴ്സ്. ബിസിനസ് ലെറ്റേഴ്സിന് ആദ്യത്തെ ടൈപ്പ് ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്കൊരു 6 മാർക്കിന് എസ്സേ ആയിട്ട് അല്ലെങ്കിൽ 7 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് വാട്ട് ആർ ബിസിനസ് ലെറ്റേഴ്സ് ആൻഡ് വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് എന്ന് ചോദിക്കാവുന്നതാണ്, ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഒരു ബിസിനസ് ലെറ്റർ എന്താണ്? ഇതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇനി അതല്ല, റൈറ്റ് എ ബിസിനസ് ലെറ്റർ എന്നുള്ള രീതിയിൽ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനും ചോദിക്കാനുള്ള വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പോൾ ബിസിനസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോർമൽ ലെറ്റർ. അപ്പോൾ അതും നമ്മൾ പഠിച്ചിരിക്കണം. ആ ഫോർമാറ്റിനെ കുറിച്ച് മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓൾറെഡി ഈ ചാനൽ അവൈലബിൾ ആണ്. ഹൗ ടു റൈറ്റ് എ CV എന്നുള്ള സെക്ഷനിൽ എന്നുള്ള വീഡിയോയിൽ. അപ്പോൾ അതൊരു ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് തന്നെയാണ് CV ഫോർമാറ്റ്. അപ്പോൾ CVയിലെ കവർ ലെറ്ററിൻ്റെ ഫോർമാറ്റ്, കവർ ലെറ്റർ ആൻഡ് CV എന്നുള്ള വീഡിയോ ആണ് ഉണ്ടാവുക. നിങ്ങൾ ടൈറ്റിൽ കാണും. അപ്പോൾ കവർ ലെറ്റർ എന്ന് പറയുന്നത് ഒരു ഫോർമൽ ലെറ്ററാണ്, ഒരു ബിസിനസ് ലെറ്ററാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അതിനെ കാണാവുന്നതും അതിൻ്റെ ഫോർമാറ്റ് പഠിക്കാവുന്നതുമാണ്. എങ്കിലും ഈ വീഡിയോയിൽ കുറച്ചുകൂടി നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ലെറ്ററിൻ്റെ ഫോർമാറ്റ് പഠിക്കുകയാണ്. ബിസിനസ് ലെറ്റേഴ്സ്, നേരത്തെ ഞാൻ പറഞ്ഞ വീഡിയോ കവർ ലെറ്റർ ആൻഡ് CV എന്നുള്ള വീഡിയോ രണ്ടും കൂടി ഒരുമിച്ചുള്ളതാണ്. ഇവിടെ നമ്മൾ ബിസിനസ് ലെറ്റർ മാത്രം ചർച്ച ചെയ്യുകയാണ്. നോക്കാം നമുക്ക് ഡെഫിനിഷൻ. എ ബിസിനസ് ലെറ്റർ ഇസ് എ ഫോർമൽ ഡോക്യുമെന്റ് എംപ്ലോയ്ഡ് ബൈ കമ്പനീസ് ഫോർ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് അതർ കമ്പനീസ്, എംപ്ലോയീസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അണ്ടർലൈൻ ചെയ്യുക. ഇതാണ് ഡെഫിനിഷൻ. ബിസിനസ് ലെറ്റർ എന്ന് പറയുന്നത് ഒരു ഔപചാരികമായ രേഖയാണ്. യൂസ്ഡ് ബൈ കമ്പനീസ്, എംപ്ലോയ്ഡ് ബൈ കമ്പനീസ് ആണ് യൂസ്ഡ് ബൈ കമ്പനീസ്. കമ്പനികൾ ഉപയോഗിക്കുന്ന ഔദ്യോഗിക രേഖയാണ്. എന്തിനു വേണ്ടി? ഔദ്യോഗികമായ തൊഴിൽപരമായ കമ്മ്യൂണിക്കേഷന് വേണ്ടി മറ്റ് കമ്പനീസുമായിട്ട് അല്ലെങ്കിൽ എംപ്ലോയീസുമായി, അവരുടെ ജോലിക്കാരുമായി അല്ലെങ്കിൽ അവരുമായി ബിസിനസ് നടത്തുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട്, ഇൻവെസ്റ്റേഴ്സുമായിട്ടൊക്കെ. ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് ജോബ് ഓഫർ ലെറ്റേഴ്സ്, സെയിൽസ് ലെറ്റേഴ്സ്, ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റ് ലെറ്റേഴ്സ്, റെസിഗ്നേഷൻ ലെറ്റേഴ്സ്, ബിസിനസ് സർക്യുലേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ലെറ്റേഴ്സ് ആൻഡ് ലെറ്റേഴ്സ് ഓഫ് റെക്കമെൻഡേഷൻ. ഇതൊക്കെ ബിസിനസ് ലെറ്റേഴ്സിന് എക്സാമ്പിളാണ്. അണ്ടർലൈൻ ചെയ്യുക. Although traditionally sent in hard copy, electronic versions via email have become more prevalent. ഇതും ഡെഫിനിഷനിൽ അണ്ടർലൈൻ ചെയ്തോളൂ. പരമ്പരാഗതമായിട്ട് പ്രിന്റഡ് ആയിട്ട് ഒരു പേപ്പറിലാണ്, ഹാർഡ് കോപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്, അങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇമെയിലുള്ള ബിസിനസ് ലെറ്റേഴ്സ് ഇന്ന് സർവ്വസാധാരണമാണ്. An official business letter communicates a serious purpose, underline, urging the recipient's attention and potential action. ഒരു പ്രധാനപ്പെട്ട വസ്തുതയായിരിക്കും ഇതിലൂടെ സംവേദനം ചെയ്യുക. ബിസിനസ് ലെറ്റേഴ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിരിക്കും. അതിൽ സ്വീകർത്താവിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തിയെ, ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷനെ ആവശ്യപ്പെടും. നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം എന്ന രീതിയിലുള്ള ഒരു ആവശ്യം ഉണ്ടായിരിക്കും എപ്പോഴും. കൂടാതെ furthermore, business letters are responded to on time within a specified time frame. ഒരു കൃത്യമായ സമയത്തിനുള്ളിൽ തന്നെ ഇതിന് മറുപടി കൊടുത്തിരിക്കണം. അതാണ് ബിസിനസ് ലെറ്റേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത. നമ്മുടെ ഇമെയിലിൽ അല്ലെങ്കിൽ നമുക്ക് നേരിട്ടായാലും ഒരു ബിസിനസ് ലെറ്റർ വന്നു കഴിഞ്ഞാൽ വി കാൺ വെയിറ്റ് ഫോർ ആൻ ഇറ്റേണിറ്റി ടു റെസ്പോണ്ട് ടു ഇറ്റ്. നമ്മളതിന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ഒരു അനിശ്ചിത കാലം ഇങ്ങനെ അനന്തതയിൽ കാത്തിരിക്കാനൊന്നും കഴിയില്ല. വി ഹാവ് ടു റെസ്പോണ്ട് ടു ഇറ്റ് അറ്റ് ദി ഏർലിയസ്റ്റ്. നമുക്ക് പറ്റുന്ന അത്രയും വേഗത്തിൽ തന്നെ ബിസിനസ് ലെറ്റേഴ്സിന് റെസ്പോണ്ട് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുക. നമ്മുടെ പ്രോഫിറ്റിനെ അത് ബാധിക്കാം. നമ്മുടെ ഈ ഏത് ഓർഗനൈസേഷനുമായിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കാം. നമ്മുടെ ട്രേഡ് ഓപ്ഷൻസ് കുറയാം, പ്രോഫിറ്റ് കുറയാം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനുണ്ടാവാം എന്നുള്ളതാണ്.
ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ്. എന്തൊക്കെയാണ് ഈ ബിസിനസ് ലെറ്റേഴ്സിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. ബിസിനസ് ലെറ്റേഴ്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഫെസിലിറ്റേറ്റിംഗ് ഇഫക്റ്റീവ് ആൻഡ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ദ ബിസിനസ് വേൾഡ്, contributing to professionalism, clarity, and the overall success of business transactions and relationships. അപ്പോൾ നമ്മുടെ ഒരു വ്യാവസായികമായ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതിന് ഇത് വളരെ അത്യാവശ്യമാണ്. പ്രൊഫഷണലിസ്റ്റിന് അത്യാവശ്യമാണ്. വ്യക്തത, ക്ലാരിറ്റി, വിജയം, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളാണ്, അല്ലെങ്കിൽ റിസൾട്ടുകളാണ്. ബിസിനസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് വളരെ അനിവാര്യമാണ്, തെളിയിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും ഗുണങ്ങൾ അതിനുണ്ട് എന്നുള്ളത്, ഇതൊക്കെ വളർത്തിയെടുക്കാൻ നമുക്ക് സഹായിക്കുന്നുണ്ട് ഈ ലെറ്റേഴ്സ് എന്നുള്ളത്. ബിസിനസ് ലെറ്റേഴ്സ് ഹോൾഡ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദ പ്രൊഫഷണൽ വേൾഡ് ഫോർ സെവറൽ റീസൺസ്. നിരവധി കാരണങ്ങൾ കൊണ്ട്, നിരവധി കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഒരു ബിസിനസ് ലെറ്റർ തൊഴിൽ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറയാൻ കാരണം. നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, ഓരോന്നായി കൊടുക്കുകയാണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഒന്നാമത് നോക്കിക്കോളൂ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഫോർമൽ ലെറ്ററാണ് ശരിക്കും ബിസിനസ് ലെറ്റർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബിസിനസ് ലെറ്ററിൻ്റെ ഫോമാറ്റ് ഇസ് ഓൾമോസ്റ്റ് സെയിം ആസ് ഓൾ അതർ ഫോർമൽ ലെറ്റേഴ്സ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് അറിയുന്നവർ ഇതും കറക്റ്റ് തന്നെയാണ്. ഓൾമോസ്റ്റ് സെയിം ബിക്കോസ് business letter is a formal letter. Business letters provide a formal and structured way to communicate in a professional setting. ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിൽ വളരെ സ്ട്രക്ചേർഡ് ആയ രീതിയിൽ, ഘടനാപരമായി മനോഹരമായ രീതിയിൽ, വളരെ ഘടനാപരമായി കൃത്യമായ രീതിയിൽ, അതുപോലെ തന്നെ ഫോർമലായ രീതിയിൽ, ഔപചാരികമായ രീതിയിൽ ആശയവിനിമയം സാധ്യമാക്കുന്നുണ്ട് ബിസിനസ് ലെറ്റേഴ്സ്. ദേ ആർ ഓഫൺ യൂസ്ഡ് ഫോർ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. നിസ്സാര കാര്യങ്ങൾക്ക് ചായ കുടിച്ചോ എന്നൊക്കെയുള്ള കാര്യങ്ങൾക്കാരും ബിസിനസ് ലെറ്റേഴ്സ് എഴുതില്ല. അത് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് എഴുതുക. ഇനി ചായ കുടിച്ചോ എന്നൊരാൾ ഇമെയിൽ അയച്ചാൽ തന്നെ, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഒരു മെയിൽ അയച്ചാൽ തന്നെ, വി കാൺ കൗണ്ട് ഇറ്റ് ആസ് എ ബിസിനസ് ലെറ്റർ. നമുക്കതിനെ ബിസിനസ് ലെറ്റർ എന്ന രീതിയിൽ എണ്ണത്തിൽ കൂട്ടാൻ പറ്റില്ല. അതിനെ നമുക്ക് വേറെ എന്തെങ്കിലും അനൗപചാരികമായ ഇൻഫോർമൽ ലെറ്റർ എന്ന് വിളിക്കേണ്ടി വരും. എൻഷുറിങ് ക്ലാരിറ്റി, അതുപോലെ തന്നെ കൃത്യത, വ്യക്തത ആൻഡ് പ്രൊഫഷണലിസം. നമുക്കൊരു പ്രൊഫഷണലിസം എന്ന രീതിയിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ പ്രൊഫഷണൽ ആയിരിക്കണം. അപ്പം അത്തരത്തിൽ നമ്മുടെ പ്രൊഫഷണലിസത്തിൻ്റെ തെളിവാണ് ബിസിനസ് ലെറ്റേഴ്സ് ഇൻ ദി എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. ആശയവിനിമയത്തിൽ പ്രൊഫഷണലിസവും ക്ലാരിറ്റിയും കൊണ്ടുവരാൻ, വ്യക്തതയാണ് ക്ലാരിറ്റി, ഇത് രണ്ടും കൊണ്ടുവരാൻ ബിസിനസ് ലെറ്റേഴ്സ് സഹായിക്കുന്നു. നമ്മുടെ ഔപചാരികമായ ഡെഡിക്കേഷൻ, നമ്മുടെ ഔപചാരികത, അതൊക്കെ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഫോർമൽ ബിസിനസ് ലെറ്റേഴ്സാണ്. അടുത്താണ് പ്രൊഫഷണലിസം. എന്താണ് പ്രൊഫഷണലിസം? ദ ഫോമാറ്റ്, ലാംഗ്വേജ് ആൻഡ് ടോൺ ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് കൺവേ പ്രൊഫഷണലിസം. ബിസിനസ് ലെറ്റേഴ്സിൻ്റെ ഫോർമാറ്റ്, ഏത് രീതിയിലാണത് ഘടനാപരമായി, ഏത് രീതിയിലാണത് എഴുതിയിരിക്കുന്നത്, അതാണ് ഫോർമാറ്റ്. ലാംഗ്വേജ്, അതിൻ്റെ ഭാഷ, അതിൻ്റെ ടോൺ, അതിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ തന്നെ നമ്മുടെ പ്രൊഫഷണലിസത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഔദ്യോഗികമായ ഡെഡിക്കേഷനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. This is crucial when dealing with clients, customers, partners, or other stakeholders, as it establishes a positive and credible image for the sender. ഇത് നമ്മുടെ ക്ലയൻസിൻ്റെ മുമ്പിൽ, കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ, പാർട്ട്നേഴ്സിൻ്റെ മുമ്പിൽ, നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുന്ന അങ്ങനെയുള്ള കസ്റ്റമേഴ്സിൻ്റെ മുമ്പിലൊക്കെ തന്നെ നമുക്ക് വലിയ തരത്തിലുള്ള ഒരു ഡെഡിക്കേഷൻ കാണിക്കാൻ സാധിക്കും. ക്രെഡിബിൾ ഇമേജ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നു. വിശ്വാസ്യതയുടെ ഒരു ചിത്രം, നമ്മളെക്കുറിച്ച് വിശ്വാസ്യത ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഡോക്യുമെൻറ്റേഷൻ. ബിസിനസ് ലെറ്റേഴ്സ് സെർവ് ആസ് റിട്ടൺ ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ട്രാൻസാക്ഷൻസ് ആർ agreements, decisions or communications. എഗ്രിമെൻസിൻ്റെ, അതായത് ഉടമ്പടികളുടെ, വളരെ പ്രധാനപ്പെട്ട ആശയവിനിമയങ്ങളുടെ, കൈമാറ്റങ്ങളുടെ, തീരുമാനങ്ങളുടെ ഒക്കെ തന്നെ ഡോക്യുമെൻറ്റേഷനായിട്ട്, അതായത് ഇതിനെ ഫയൽ ചെയ്യാൻ വേണ്ടി, നമുക്കിപ്പോൾ ഒരു പ്രത്യേക മീറ്റിംഗ് നടന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക ട്രാൻസാക്ഷൻ നടത്തിയെന്ന് കരുതുക, ഒരു സാധനം വാങ്ങുകയോ വിൽക്കുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്തു എന്ന് കരുതുക, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് കരുതുക. ഇത്തരം എല്ലാ കാര്യങ്ങളിലും നമ്മൾ അതിൻ്റെ ലെറ്ററിൻ്റെ സഹായത്തോടു കൂടി ഇന്ന കാര്യം അവിടെ നടന്നു എന്ന രീതിയിൽ ഒരു ഫോർമൽ ലെറ്റർ, അല്ലെങ്കിൽ ഇന്ന കാര്യം നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ ഒരു ഫോർമൽ ലെറ്റർ ഉണ്ടാവുകയാണെങ്കിൽ, അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ, either it could be a meeting or a sale, whatever it is,
ആ ട്രാൻസാക്ഷൻ അവിടെ നടന്നു എന്നതിനൊരു വലിയ തെളിവാണ് ഡോക്യുമെൻറ്റേഷനാണ് ഈ ലെറ്റർ എന്ന് പറയുന്നത്. അത് നടന്നു, അതിന് ഇത്രയാൾ ഇൻവൈറ്റ് ചെയ്തു, ഇന്ന ആൾക്കാരാണ് ഇൻവൈറ്റ് ചെയ്ത് ഇത്ര മണിക്കായിരുന്നു പ്രോഗ്രാം, ഇന്നതാണ് അവരോട് പറഞ്ഞത്, പ്രോഗ്രാമിന് വന്ന ഇന്ന ഗുണങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഈ ഡോക്യുമെൻറ്റിൽ ഉണ്ടാവുമല്ലോ, ഇമെയിലിൽ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ അയച്ചിട്ടുള്ള ബിസിനസ് ലെറ്ററിൽ ഉണ്ടാവും. അപ്പോൾ വളരെ വ്യക്തമായി ഇത്തരം കാര്യങ്ങൾ നടന്നു എന്നും ഇത്തരം കാര്യങ്ങൾ ഇത്ര ആൾക്കാർ അറിയിച്ചു, അവരൊക്കെ വന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പങ്കാളിത്തം നമ്മൾ ഉറപ്പാക്കാൻ ശ്രമിച്ചു എന്നതിനൊക്കെയുള്ള തെളിവാണ് ബിസിനസ് ലെറ്റേഴ്സ്. അവയെ നിസ്സാരമായി കാണരുത്. ബിസിനസ് ലെറ്റേഴ്സ് എപ്പോഴും ഫയൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം ബിസിനസ് ലെറ്റേഴ്സിൽ പലപ്പോഴും നമ്മൾ മുകളിലായിട്ട്, നമ്മൾ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് പഠിച്ചവർക്കറിയാം, ഏറ്റവും മുകളിൽ ഫ്രം അഡ്രസ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഫ്രം അഡ്രസ്സിന് മുകളിലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ടോ താഴെയായിട്ടോ ഒക്കെ ആയിട്ട് ഒരു റെഫറൻസ് അല്ലെങ്കിൽ ഒരു നമ്പറിങ് സിസ്റ്റം എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഉണ്ടായിരിക്കും. റെഫറൻസ് എന്നുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്പർ എന്നോ ലെറ്റർ നമ്പർ എന്നൊക്കെ ഉണ്ടായിരിക്കും. എന്തിനാന്ന് വെച്ചാൽ നമ്പർ ചെയ്യാം. ഈ ലെറ്റർ നമ്പർ ചെയ്യാനാണ്. നമ്പർ ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ ലേറ്റർ നമ്മളിതിനെ ഫയൽ ചെയ്യുമ്പോൾ ഈ നമ്പറിങ്ങിൽ ഇയറും അതുപോലെ തന്നെ മന്തൊക്കെ ചില കോഡ്സ് ഒക്കെ ഉപയോഗിച്ച് ഇയർ, മന്ത്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്, ഇങ്ങനെയൊക്കെ അയക്കുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോഡ് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ഫയൽ ഉണ്ടാവും. ആ ഇയർലി ആയിരിക്കും അല്ലെങ്കിൽ മന്ത്ലി ആയിരിക്കും ഫയൽ. അതനുസരിച്ച് ഈ ഡോക്യുമെൻ്റ് പ്രിൻ്റ് ഔട്ട് അവിടെ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റേഷൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്പറിങ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ തെളിവാണ് നമ്പറിങ്. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ ഫോർമൽ ലെറ്റർ ഓരോ ഡോക്യുമെൻ്റാണ്, അത് നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. റെക്കോർഡ് കീപ്പിംഗ് ആണ് അതിൻ്റെ ഫങ്ഷൻ. ഈ നമ്പറിങ് റെക്കോർഡ് കീപ്പിങ്ങിൻ്റെ ഒരു തെളിവാണ്. ഇപ്പോൾ നമ്പറുള്ള ലെറ്റർ എപ്പോഴും നിങ്ങൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് ആരുടെയെങ്കിലുമൊക്കെ ഫയലിൽ എപ്പോഴും ഉണ്ടാവും എന്നുള്ളത് ഓർമ്മിക്കുക. അതൊരിക്കലും നമ്മൾ കീറിക്കളഞ്ഞുകൊണ്ട് ആ ലെറ്റർ അങ്ങ് ഇല്ലാതാവുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത്തരം ലെറ്റേഴ്സ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അയച്ച വ്യക്തികളുടെ സ്ഥാപനത്തിൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കും. നിങ്ങളത് നമ്പർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കോപ്പി അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ലെറ്റർ നഷ്ടപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് വീണ്ടും അവിടെ ചെന്ന ലെറ്റർ വീണ്ടും ആവശ്യപ്പെടാം, അല്ലെങ്കിൽ കോപ്പി ഇവിടെ ട്രാൻസ്പാരൻ്റ് ഓർഗനൈസേഷനെ തീർച്ചയായിട്ടും നൽകും നിങ്ങൾക്ക്. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് അത് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചില ലെറ്റേഴ്സ് നമ്മൾ കീറിക്കളഞ്ഞ് നമ്മൾ വിചാരിക്കും ഇത് പോയല്ലോ, ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രശ്നമില്ലല്ലോ. പക്ഷേ അങ്ങനെയല്ല. നമ്പേർഡ് ആയിട്ടുള്ള ലെറ്റേഴ്സൊക്കെ തന്നെ അത് അയക്കുന്ന വ്യക്തികളുടെ അടുത്ത് എപ്പോഴും കോപ്പി ഉള്ളതുകൊണ്ടാണ്, ഫയൽ ഉള്ളതുകൊണ്ടാണ് അവരത് നമ്പർ ചെയ്യുന്നത്. ആ ഫയലിൽ വെക്കേണ്ട കാര്യമാണത്. അപ്പം നമ്മളും നമ്മുടെ പേഴ്സണൽ ലെറ്റേഴ്സ് ഇതുപോലെ, പേഴ്സണൽ ലെറ്റേഴ്സ് ഉദ്ദേശിച്ചത് ഈ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വരുന്ന ഫോർമൽ ലെറ്റേഴ്സ് എന്നാണ് ഉദ്ദേശിച്ചത്, കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ നമുക്ക് വരുന്ന ഫോർമൽ ലെറ്റേഴ്സ്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വരുന്ന ഇത്തരം ഫോർമൽ ലെറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, അതായത് നമ്മുടെ വീട്ടിലേക്കോ നമുക്കോ വേണ്ടി വരുന്ന ഫോർമൽ ലെറ്റേഴ്സ് എല്ലാം തന്നെ ഇത്തരത്തിൽ നമ്മുടെ സ്വന്തം ഒരു ഫയൽ ഫോൾഡർ ഉണ്ടാക്കി ആ ഫയൽ ഫോൾഡറിൽ നമുക്ക് വരുന്ന മാസം, ഡേറ്റ് ഇതൊക്കെ അനുസരിച്ച് ഒരു പോർട്ട്ഫോളിയോ പോലെ കൃത്യമായി നമ്പർ ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ശീലം വളർത്തിയെടുത്താൽ തീർച്ചയായും അത് ഭാവിയിൽ നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും. പിന്നീട് നമുക്ക് ഇത്തരം പഴയ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ആവശ്യമുള്ള കേസുകളിലൊക്കെ നമുക്ക് അവയെ പിന്നീട് എടുത്ത് റെഫർ ചെയ്യാവുന്നതാണ്, റീഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് തെളിവായിട്ടും പല കാര്യങ്ങൾക്ക് എവിഡൻസ് ആയിട്ടൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതൊക്കെയാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അടുത്തതാണ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. ദ സ്ട്രക്ചേർഡ് ഫോർമാറ്റ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് ഹെൽപ്സ് ഇൻ ഓർഗനൈസിംഗ് ദ റൈറ്റേഴ്സ് തോട്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ലോജിക്കലി. ഇവിടെ ലോജിക്കലായിട്ട് എഴുതുന്ന വ്യക്തിയുടെ ചിന്തകളെ അറേഞ്ച് ചെയ്യാൻ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് സഹായിക്കുന്നുണ്ട്. ദിസ് ക്ലാരിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ എൻഷുറിംഗ് ദാറ്റ് ദി ഇൻറ്റൻഡഡ് മെസ്സേജ് ഈസ് ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ ദ റെസിപ്പിയൻറ്റ്. വായിക്കുന്ന വ്യക്തി, സ്വീകർത്താവ്, റെസിപ്പിയൻ്റ് എന്ന് പറഞ്ഞാൽ സ്വീകർത്താവാണ്, ലെറ്റർ സ്വീകരിക്കുന്നയാൾ. അപ്പം നമ്മളൊരാൾക്ക് ഫോർമൽ ലെറ്റർ അയക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മളൊരു മാനേജറാണ് ഒരു കമ്പനിയുടെ, നമ്മളൊരു ഫോർമൽ ലെറ്റർ അയക്കുകയാണ്. ആ അയക്കുന്ന ലെറ്റർ വ്യക്തമാവണമെങ്കിൽ നമ്മുടെ ചിന്തകൾ വളരെ കൃത്യമായ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എഴുതിയിരിക്കണം. നമ്മുടെ മനസ്സിലുള്ള ആശയത്തെ പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിരിക്കണം. അത് സഹായിക്കുന്നത്, ഈ പ്രവർത്തിക്ക് നമ്മളെ സഹായിക്കുന്നത് ഈ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റാണ്. ഇപ്പോൾ ഫോർമാറ്റ് ഫോളോ ചെയ്യുക 100% അത്യാവശ്യമാണ്. ഫോർമൽ ലെറ്ററിൽ പല കുട്ടികൾ ചോദിക്കുന്നതാണ്, കമൻറ്റ് രൂപത്തിൽ പലപ്പോഴും വീഡിയോസിൻ്റെ കീഴിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് പലരും, ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് മാത്രം എഴുതിയ മാർക്ക് കിട്ടുമോ, എഴുതിയതിൽ കുറേ തെറ്റുകളുണ്ട് എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ, ഇപ്പോൾ കഴിഞ്ഞ എൻറിച്ചിങ് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു റെസ്പോൺസ് ലെറ്റർ, ഫോർമൽ ലെറ്റർ, ബിസിനസ് ലെറ്റർ എഴുതാൻ വേണ്ടി ചോദിച്ചിരുന്നു. അപ്പോൾ ഇത്തവണ വന്നൊരു ചോദ്യമാണ്, പ്രത്യേകിച്ച് റെഗുലർ സ്റ്റുഡൻസിന്, എൻറിച്ചിങ് ഇംഗ്ലീഷിൻ്റെ റെഗുലർ കോഴ്സുകൾക്ക് വന്ന ഒരു ചോദ്യമാണ്. അതായത് ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എഴുതുക. പ്രത്യേകിച്ച് അതിനൊരു ചോദ്യം, അതായത് ഒരു പ്രത്യേക ചോദ്യം തന്നെയുണ്ട് അതിൽ. ഒരു റെസ്പോൺസ് ലെറ്ററാണ് നിങ്ങൾ അയക്കേണ്ടത് എന്നുള്ളതായിരുന്നു ചോദ്യം.
അപ്പോൾ അതൊരു ഫോർമൽ ലെറ്റർ ആണ്. ഗ്രാമാറ്റിക്കൽ എററോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഫോർമാറ്റ് ഓൾമോസ്റ്റ് കറക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അബ്സൊല്യൂട്ട്ലി ഫോർമാറ്റിൽ യാതൊരു വിഷയങ്ങളുമില്ല, തെറ്റുകളും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മാർക്കെങ്കിലും ലഭിക്കും. പിന്നെ നിങ്ങൾ എഴുതുന്നതിൽ പൂർണ്ണമായും ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടില്ലെങ്കിലും കുറേയൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ എഴുത്തിനെ പരിഗണിക്കും. കുറച്ചൊക്കെ ഗ്രാമാറ്റിക്കലി കറക്റ്റ് എഴുതാൻ സാധിക്കുന്നവർക്ക് തീർച്ചയായും നല്ലൊരു മാർക്ക് തന്നെ നേടാൻ സാധിക്കും. ഫോർമാറ്റ് വളരെ പ്രധാനമാണെന്ന് ഓർമ്മിക്കുക. തീർച്ചയായിട്ടും പകുതി മാർക്കെങ്കിലും കിട്ടേണ്ടതാണ് ഫോർമാറ്റൊക്കെ കറക്റ്റ് ആകുന്നവർ. ഗ്രാമാറ്റിക്കൽ എററിന് തീർച്ചയായിട്ടും മാർക്ക് കുറയും, പക്ഷേ വലിയ തോതിലുള്ള കുറവുണ്ടാവില്ല എന്നാണ് കരുതുന്നത്. പിന്നെ അതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ വാല്യുവേഷൻ ക്രൈറ്റീരിയ പോലെയാണ്. തീർച്ചയായിട്ടും ആ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് എല്ലാവരും ഓർമ്മിക്കുക. നമ്മളിവിടെ പറയുന്ന പോലെയല്ല, യൂണിവേഴ്സിറ്റി ക്രൈറ്റീരിയകൾ മാറി വരും. അതനുസരിച്ച് വാല്യുവേഷനിലും അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ കണ്ടക്റ്റിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടാവാം എന്നുള്ളത് ഓർമ്മിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം, അതായത് ഇപ്പം കഴിഞ്ഞ റെഗുലർ എക്സാമിൽ ബിസിനസ് ലെറ്റർ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അടുത്ത വർഷം അത് വരണമെന്ന് നിർബന്ധവുമില്ല. അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് ചോദ്യം വരാം, നമ്മൾ ആ രീതിയിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. പൊതുവിലുള്ള നമ്മുടെ റൈറ്റിംഗ് സ്കില്ലിനെ ഫോക്കസ് ചെയ്ത് നന്നായി പഠിക്കുക. എങ്ങനെ സ്വന്തമായ ഒരു ചോദ്യം വന്ന് എഴുതാം എന്നുള്ളത്, ഗ്രാമാറ്റിക്കൽ എററൊന്നും കൂടാതെ എങ്ങനെ എഴുതി പഠിക്കാം, അതിന് സഹായകമായ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് വീഡിയോസ്, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് മെയ്ഡ് ഈസി എന്ന ടൈറ്റിലിൽ ഈ ചാനൽ ഞാൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടൈറ്റിൽ ഞാൻ പ്രോപ്പറായിട്ട് ഇട്ടിരുന്നില്ല. ഇപ്പോൾ ആ ടൈറ്റിൽ നിങ്ങൾക്ക് ഇപ്പം കാണാൻ സാധിക്കും. നിങ്ങൾ ചാനലിൽ വിസിറ്റ് ചെയ്യുക. മറ്റ് വീഡിയോസ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് മെയ്ഡ് ഈസി എന്നുള്ള വീഡിയോസിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സുകളിൽ ഔട്ട് ഓഫ് ടെക്സ്റ്റ്, ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വന്ന എങ്ങനെ നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ സ്വന്തമായി ഉത്തരം എഴുതാൻ സാധിക്കും എന്നതിൻ്റെ ക്ലാസ്സുകളാണ് നടക്കുന്നത്. സ്വന്തമായി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുന്ന അർത്ഥം. ഇനി നെക്സ്റ്റ് നമുക്ക് തുടരാം. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കിൽ നിങ്ങൾ പറയേണ്ടത് എന്താണ്? വെൻ വി ഫോളോ പെർട്ടിക്കുലർ ഫോമാറ്റ്, നമ്മളൊരു ഫോമാറ്റ് ഫോളോ ചെയ്താൽ അവർ കമ്മ്യൂണിക്കേഷൻ വിൽ ബി ഈസിയർ ഫോർ ദ റെസിപ്പിയൻ ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, and the reason is that we can arrange our thoughts step by step in a proper manner. Okay, clarity is essential. This clarity is essential, very important. This minimizes the risk of misunderstandings. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവില്ല. ഇനി അടുത്താണ് റെക്കോർഡ് കീപ്പിംഗ്. നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ പറഞ്ഞ പോലെ തന്നെയാണ് റെക്കോർഡ് കീപ്പിംഗ്. Business letters contribute to effective record keeping within an organization. They create a paper trail that can be referred to in the future, aiding in tracking the history of communications, decisions and agreements. ഒരു പേപ്പർ ട്രെയിൽ, പേപ്പർ പാത ഉണ്ടാക്കും. ഓരോന്നിനും, ഓരോ കാര്യം നടക്കുമ്പോഴും ഇതുപോലുള്ള ലെറ്റേഴ്സ് അയക്കുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സർക്യുലേറ്റ് ചെയ്യുന്ന, ലെറ്റേഴ്സ് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ സർക്യുലേറ്റ് ചെയ്യുന്ന, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു ഉദാഹരണമായിട്ട് ബിസിനസ് സർക്യുലേഴ്സ് എന്നും സൂചിപ്പിച്ചു. ഈ ബിസിനസ് ലെറ്റേഴ്സിൻ്റെ ഒരു ഉദാഹരണമായിട്ട്. ബിസിനസ് സർക്യുലർ ആയാലും മതി, ഒരു പ്രത്യേക കാര്യം നടക്കുന്ന ഒരു സർക്യുലർ ഒരു കമ്പനി പുറപ്പെടുവിച്ചാലും തങ്ങളുടെ ഉള്ളിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഒരു സർക്യുലർ ഇട്ടാലും അതും ബിസിനസ് ലെറ്ററിൻ്റെ ഫോർമാറ്റിൽ നമുക്ക് കൂട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻറ്റേഷനും നമുക്കൊരു കൃത്യമായൊരു എന്താ പറയുക, ഒരു പാത സൃഷ്ടിക്കുന്നു, ഒരു പ്രത്യേക വിഷയത്തിലുള്ള ചരിത്രത്തെ സൃഷ്ടിക്കുകയാണ്. ആ ഡോക്യുമെൻറ്റ്സ് ഏതാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സോഴ്സ് കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്താണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലൊരു കൃത്യമായ ഒരു പേപ്പർ ട്രെയിൽ തന്നെ സൃഷ്ടിക്കുകയാണെന്ന് പറയാം ഇത്തരത്തിലുള്ള ബിസിനസ് ലെറ്റേഴ്സ്. ലീഗൽ സിഗ്നിഫിക്കൻസ് ആണ് അടുത്തത്. ഞാനത് ഓൾറെഡി സൂചിപ്പിച്ചു. ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് ബിസിനസ് ലെറ്റേഴ്സ് മേ ക്യാരി ലീഗൽ സിഗ്നിഫിക്കൻസ്. ചില കേസിൽ ലീഗൽ സിഗ്നിഫിക്കൻസ്, നിയമപരമായ ഇമ്പോർട്ടൻസ് ഉണ്ടാവും ഇത്തരം ലെറ്റേഴ്സിന്. Formal agreements, contracts and official communications often take the form of business letters and they can be used as evidence in legal matters. പലപ്പോഴും കോൺട്രാക്റ്റുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ, എഗ്രീമെൻറ്റ്സിൽ, എന്തെങ്കിലുമൊക്കെ എഗ്രീമെൻറ്റ് നമ്മൾ ഒരാളായിട്ട് വെക്കുമ്പോഴൊക്കെ നടത്തുന്ന ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും തെളിവുകളായിട്ട് പിന്നീട് നിയമപരമായ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ മറ്റോ വന്നു കഴിഞ്ഞാൽ തെളിവുകളായി ഹാജരാക്കപ്പെടുന്ന രേഖകളായിട്ട് മാറാം. അടുത്തതാണ് ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്സ്. ബന്ധങ്ങളെ വളർത്തിയെടുക്കുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ബിസിനസ് ലെറ്റേഴ്സ് help in building and maintaining professional relationships. They can express appreciation, address concerns or extend offers, fostering positive connections with clients, customers, suppliers and other business associates.
അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ നല്ലൊരു ബന്ധം വളർത്തിയെടുക്കാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമുക്ക് ബിസിനസ് ലെറ്റേഴ്സിലൂടെ നടത്താൻ പറ്റും. ഉദാഹരണത്തിന് പുതിയ ഓഫറുകൾ ഉണ്ടെങ്കിൽ അത് അയക്കുക, കസ്റ്റമേഴ്സുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കമ്മ്യൂണിക്കേഷൻസ് നടത്തുക, ഇമെയിൽ വഴി അവരെ കോൺടാക്റ്റ് ചെയ്യുക. ഇതൊക്കെ നല്ലൊരു ബിസിനസ്സിൻ്റെ ലക്ഷണമാണ്. കസ്റ്റമേഴ്സുമായിട്ടുള്ള നല്ലൊരു ബന്ധം. അത് ഫോമൽ ലെറ്റേഴ്സിലൂടെ ആണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി ഓത്തൻറ്റിക് ആണ് എന്നുള്ളതാണ്. അവർ കുറച്ചുകൂടി വിശ്വസിക്കുക, അതിനെ വിശ്വാസ്യത അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അടുത്താണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ്. ബിസിനസ് ലെറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ് സച്ച് ആസ് ജോബ് ഓഫേഴ്സ്, പ്രൊമോഷൻസ്, ടെർമിനേഷൻസ് ആൻഡ് അതർ സിഗ്നിഫിക്കൻറ്റ് അനൗൺസ്മെൻറ്റ്സ്. ഒഫീഷ്യലായിട്ടുള്ള ഔദ്യോഗികമായ ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഇത്തരം ലെറ്റേഴ്സ് ഉപയോഗിക്കാം. ജോബ് ഓഫർ ചെയ്യുന്ന ലെറ്റേഴ്സ്, ഓഫർ ലെറ്റർ അയക്കുക എന്ന് കേട്ടിട്ടില്ലേ, അത് ഓഫർ ലെറ്റർ. അതുപോലെ നിങ്ങളെ പിരിച്ചുവിടുന്നുള്ള ടെർമിനേഷൻ ലെറ്റർ, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുകയാണെങ്കിൽ പ്രൊമോഷൻ ലെറ്റർ. ഇത്തരം കാര്യങ്ങളൊക്കെ ഫോമൽ ലെറ്റർ എന്ന രീതിയിലാണ് അയക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ലെറ്റർ എന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നത്. ദിസ് ആഡ്സ് എ ലെവൽ ഓഫ് ഫോർമാലിറ്റി ആൻഡ് സീരിയസ്നെസ് ടു സച്ച് കമ്മ്യൂണിക്കേഷൻസ്. ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾക്ക് ഒരു ഫോർമാലിറ്റി കൊണ്ടുവരും, ഒരു ഔപചാരികത കൊണ്ടുവരും, ഒരു സീരിയസ്നെസ് കൊണ്ടുവരും ഈ ഫോർമൽ ലെറ്റർ ഉപയോഗിക്കുക വഴി. ക്രെഡിബിലിറ്റി, വിശ്വാസ്യതയാണ്. ദ യൂസ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് ആഡ്സ് ക്രെഡിബിലിറ്റി ടു ദ കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിന് കുറച്ചുകൂടി വിശ്വാസ്യത കൂട്ടിച്ചേർക്കുകയാണ് ബിസിനസ് ലെറ്റേഴ്സ്. It signals that the information or request being conveyed is serious and has been carefully considered, contributing to the trustworthiness of the sender. വിശ്വാസ്യതയാണ്, ട്രസ്റ്റ്വർത്തിനെസ് ആണ്. സെൻഡർ വളരെ വിശ്വസ്തനാണെന്നുള്ള ഒരു ബോധം ബിസിനസ് ലെറ്റേഴ്സ് വായിക്കുന്നവർക്ക് ഉണ്ടാവും, ഒരു തിരിച്ചറിവുണ്ടാവും. അത് വളരെ പ്രധാനവുമാണ് പല ബിസിനസ്സിലും. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിശ്വാസ്യതയല്ലേ എല്ലാം എന്നൊക്കെ നമ്മൾ പരിസ്ഥിതി കേട്ടില്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് വിശ്വാസ്യത. ഇത് കൊണ്ടുവരാൻ വേണ്ടി ബിസിനസ് ലെറ്റേഴ്സ് ഉപയോഗിക്കാം. കാരണം സ്വാഭാവികമായ ഒരു ഫോമൽ ലെറ്റർ ഒരു പ്രത്യേക ഓഫറിനെ കുറിച്ച് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൽ കൂടുതൽ വിശ്വസിക്കും. വെറുതെ ഒരു നോട്ടീസിൽ, വെറുതെ ഒരു പോസ്റ്റർ നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡാവും, ചിന്തിക്കും നമ്മൾ ബിസിനസ് ലെറ്റേഴ്സ് ആയിട്ട് ഇത് കിട്ടുന്ന സമയത്ത്. ഇത് പലപ്പോഴും പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും ചെയ്യുന്ന ഒരു രീതിയാണ്. നമുക്ക് ഇമെയിലൊക്കെ പലപ്പോഴും സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചില കമ്പനികൾ ഇത്തരത്തിലുള്ള അവരുടെ പുതിയ പുതിയ പ്രോഗ്രാംസ് നടക്കുമ്പോൾ, പുതിയ കോച്ചിങ്സ് നടക്കുമ്പോൾ, അതുപോലെ തന്നെ പുതിയ ഓഫേഴ്സൊക്കെ അവർ ലോഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇമെയിൽസ് അയക്കും. അത് വളരെ ഫോർമൽ ഇമെയിൽസ് തന്നെയായിരിക്കും. നമ്മളതിൽ ഉറപ്പായിട്ട് വായിക്കുകയും ചിലപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോലും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ് മാത്രമല്ല, ഇത്തരത്തിലൊരു നമ്മളൊരു 1-to-1 കസ്റ്റമറായിട്ട്, 1-on-1 ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതാ നമ്മളൊരു പുതിയ ഓഫർ കൊണ്ടുവരുന്നു, ആസ് എ വാല്യൂഡ് കസ്റ്റമർ വുഡ് യു ലൈക്ക് ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ല അതുപോലെ തന്നെ അതിൽ വാങ്ങാനുള്ള ലിങ്കുകൾ, അതുപോലെ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ആ മേഖലയെക്കുറിച്ച്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഏത് മേഖലയിലാണ് വന്നത് അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ നല്ല പുതിയ കാര്യങ്ങൾ, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഈ ഇമെയിൽ ഉണ്ടാവും. വളരെ നമുക്കൊരു വിശ്വാസ്യതയാണ്, ഇൻഫോർമേറ്റീവാണ്. വി വിൽ റീഡ് ഇറ്റ് അറ്റ് എനി കോസ്റ്റ്. അതാണ് നമ്മളത് വായിച്ചിരിക്കുന്നുള്ളതാണ്, എന്ത് വില കൊടുത്തു. അപ്പം നമ്മളത് വായിക്കും. അതുപോലെ തന്നെ ലെറ്റർ വായിക്കുക മാത്രമല്ല, പ്രൊഡക്റ്റ് ചിലപ്പോൾ വാങ്ങിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രെഡിബിലിറ്റിയാണ് അതിൻ്റെ അർത്ഥം. ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യുന്നു ഇത്തരം ബിസിനസ് ലെറ്റേഴ്സ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർമ്മിക്കുക. വാട്ട് ആർ ബിസിനസ് ലെറ്റേഴ്സ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്തെന്നാണ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ബിസിനസ് ലെറ്റേഴ്സിൻ്റെ പ്രാധാന്യം. ഏതൊക്കെയാണ്? 9 കാര്യങ്ങളുണ്ട്. 9 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. അപ്പോൾ 9 കാര്യങ്ങൾ: ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, പ്രൊഫഷണലിസം, ഡോക്യുമെന്റേഷൻ, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, റെക്കോർഡ് കീപ്പിംഗ്, ലീഗൽ സിഗ്നിഫിക്കൻസ്, ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്സ്, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ്, ക്രെഡിബിലിറ്റി. ഈ 9 കാര്യമുണ്ടല്ലോ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പല കാര്യങ്ങളും സമാന സ്വഭാവമുള്ളവയാണ്. ഉദാഹരണത്തിന് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഓർമ്മിക്കുക. പ്രൊഫഷണലിസം നമ്മുടെ തൊഴിൽപരമായ നമ്മുടെ ഇമേജ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഡോക്യുമെന്റേഷനും റെക്കോർഡ് കീപ്പിംഗ് ഓൾമോസ്റ്റ് സെയിം ആണ് ഐഡിയ. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, അത് ക്ലാരിറ്റി. പിന്നെ ലീഗൽ സിഗ്നിഫിക്കൻസും റെക്കോർഡ് കീപ്പിങ്ങും ഡോക്യുമെന്റേഷനും ഒക്കെ കണക്റ്റഡ് ആണ്. ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പും ക്ലിയർ കമ്മ്യൂണിക്കേഷനും കണക്റ്റഡ് ആണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, ക്രെഡിബിലിറ്റി. അപ്പോൾ ഇത് കണക്റ്റഡ് അല്ലെങ്കിലും ഏകദേശം നമുക്ക് സമാനമായ ആശയങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കാം. അപ്പം ഇങ്ങനെ ഓൾമോസ്റ്റ് സമാനമാണ് എല്ലാ പോയിന്റ്സിലും. എന്നാലും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, എഴുതാൻ വലിയ ബുദ്ധിമുട്ടില്ല. മെയിൻ പോയിന്റ്സ് ഓർത്ത് നോക്കുക. ഇത് ഡീറ്റെയിൽ സ്റ്റഡിയാണ്, അപ്പോൾ ഫുള്ളായിട്ട് പഠിച്ചു നോക്കണം. നമ്മൾ ഡെഫിനേഷൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ഓർമ്മിക്കുക. ടാസ്ക് 1 പോവുകയാണ്. നമ്പർ ദ പാർട്സ് ഇൻ ദി ഓർഡർ ഇൻ വിച്ച് ദേ അപ്പിയർ ഇൻ എ ബിസിനസ് ലെറ്റർ. ഒരു ബിസിനസ് ലെറ്ററിൽ നിങ്ങൾ CV ആൻഡ് കവർ ലെറ്റർ എന്ന വീഡിയോ കണ്ടവരാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് കിട്ടും. എങ്ങനെയാണ് ബിസിനസ് ലെറ്ററിൽ താഴെ കൊടുത്തിരിക്കുന്ന ഏരിയ എഴുതുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ എന്താ ഉണ്ടാകുമെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന എന്തൊക്കെയാണ്? ഡേറ്റ് ആണ്, സല്യൂട്ടേഷൻ, ബോഡി, കോംപ്ലിമെൻ്ററി നോട്ട്,
സിഗ്നേച്ചർ, സെൻഡേഴ്സ് ഇൻഫർമേഷൻ, റെസിപ്പിയൻസ് ഇൻഫർമേഷൻ. അപ്പോൾ ഏതാണ് വരുന്നതെന്ന് നോക്കാം നമുക്ക്. ഏതൊക്കെയാണ് നമ്പർ ഇടുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ സെൻഡേഴ്സ് ഇൻഫർമേഷൻ ആണ് ആൻസർ വരുന്നത്. ഫസ്റ്റ് ആൻസർ സെൻഡേഴ്സ് ഇൻഫർമേഷൻ, അതായത് ഫ്രം അഡ്രസ് ആണ് ഏറ്റവും ടോപ്പിൽ വേണം നമുക്കറിയാം. രണ്ടാമത് വരുന്നത് ഫ്രമിൻ്റെ തൊട്ടതായ ഡേറ്റ്, പിന്നെ ടു അഡ്രസ് അതായത് റെസിപ്പിയൻസ് ഇൻഫർമേഷൻ, പിന്നെ റെസിപ്പിയൻസ് ഇൻഫർമേഷൻ ആണ് മൂന്നാമത്തത്. നാലാമത്തത് വരുന്നത് സല്യൂട്ടേഷൻ ആണ്, സർ, മാഡം, ആ ഒരു കാര്യം. നെക്സ്റ്റ് വരുന്ന ബോഡി എന്ന് പറഞ്ഞാൽ ലെറ്ററിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. അതിൻ്റെ തൊട്ട് താഴെയാണ് കോംപ്ലിമെൻ്ററി ക്ലോസ് വരുന്നത്, യുവേഴ്സ് ട്രൂലി അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. അതിൻ്റെ താഴെയാണ് സിഗ്നേച്ചർ വരുന്നത്, ലാസ്റ്റാണ് സിഗ്നേച്ചർ. ഈ ക്രമത്തിൽ വേണം നമ്പർ ഇട്ട് പോകാൻ വേണ്ടി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ ഫോർമാറ്റ് ഒരിക്കൽ കൂടി പഠിക്കാം അടുത്തൊരു വീഡിയോയിൽ. ഫോർമാറ്റ് ഓഫ് എ ബിസിനസ് ലെറ്റർ മാത്രം. ഓക്കെ, നമ്മൾ CV ആൻഡ് കവർ ലെറ്റർ ആണ് പഠിച്ചത്. അപ്പോൾ അതിൽ കവർ ലെറ്ററിൽ ഫോർമൽ ലെറ്റർ ഉണ്ട് എങ്കിലും ബിസിനസ് ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന രീതിയിൽ ഒരു ബോക്സ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് വിശദമായി അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ബിസിനസ് ലെറ്റർ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ കേൾക്കുക, ലെക്ചർ നോട്ട്സ് എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കുക. ഓക്കെ, ഈ ഒരു റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്നുള്ള മോഡ്യൂൾസിൽ നിന്ന് എഴുതാനുള്ള എസ്സേ ടൈപ്പ് ചോദ്യങ്ങളും ഉണ്ടാവും, അതുപോലെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. പല സ്റ്റുഡൻസും ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ റെഗുലർ ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം ടെക്സ്റ്റ് ബേസ്ഡ് ഒരു ചോദ്യം വന്നില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അത് ഒരു ശ്രദ്ധിക്കാത്തതുകൊണ്ടാവാം ചിലപ്പോൾ. ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കുറവായിരുന്നു എങ്കിലും ഉണ്ടായിരുന്നു. എല്ലാ ക്വസ്റ്റ്യനും ടെക്സ്റ്റ് ബേസ്ഡ് ആയിരുന്നു, പക്ഷേ ചില ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബേസ്ഡ് ആയിരുന്നു, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചത് തീർച്ചയായിട്ടും ഔട്ട് ഓഫ് ടെക്സ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് ആണ് ചോദിക്കുക. ടെക്സ്റ്റിലുള്ള അതേ ചോദ്യമല്ല, പുറമേ നിന്നുള്ള ചോദ്യമാണ് വരിക. പക്ഷേ ചോദിച്ച രീതികൾ അല്ലെങ്കിൽ ചോദിച്ച ഫോർമാറ്റ് ടെക്സ്റ്റിൽ ഓൾറെഡി പഠിക്കാനുള്ളതായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും നമുക്ക് കൂടുതൽ വിശദമായ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഉപകാരപ്രദമായെന്ന് കരുതുകയാണ്. വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഇരുന്ന് പഠിക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിരുന്നു പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അത്തരക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലേണിംഗ് പ്രോബ്ലംസ് ഉള്ളവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കിത് ഉപകാരപ്രദമാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ടേക്ക് കെയർ. ബൈ.